രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ നീക്കൽ. ഇത് 5:30 മണി സമയത്തുള്ള ഒരു വീഡിയോ ക്ലിപ്പൊന്നും അല്ല. ആ സമയത്ത് നല്ല ഇരുട്ടായത് കാരണം അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല. മൂത്ത ആൾക്ക് രാവിലെ 6 മണിക്ക് മദ്രസയിലെത്തണം. അപ്പോൾ ഇത് തലേ ദിവസത്തെ ഒരു ചപ്പാത്തിയാണ്. അതിൽ കോഴിമുട്ട പൊരിച്ചതും കുറച്ച് ക്രീം ചീസും കൂടി ചേർത്തിട്ട് റോളാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ്, അവർ കഴിച്ചോളും. ഇത് സ്റ്റീമിൽ അയേൺ ചെയ്യുന്ന ഒരു സ്റ്റീം അയേൺ ആണ്. ഇതുകൊണ്ട് അയേൺ ചെയ്യുമ്പോൾ നമുക്ക് പേടിക്കൊന്നും വേണ്ട, ഇത് ഉരുകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. നല്ല ഉപകാരമാണ് ഇതുകൊണ്ട്. മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. കൂടെ നാരങ്ങച്ചാറും ഉള്ളി സാലഡും ഒക്കെ കൊടുത്തയച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് വെള്ളപ്പവും ചിക്കൻ കറിയുമാണ്. വെള്ളപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എളുപ്പം തീർത്തു. ഞാൻ 2 ദിവസമായി മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ബെഡ് കവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ചെക്കായിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. കോട്ടനാണ് മെറ്റീരിയൽ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അതായത് വിരിച്ചതിന് ശേഷം നല്ലൊരു ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. കിങ് സൈസാണ് ബെഡ്. ഉച്ചക്ക് മോരുകറിയാണ് ഉണ്ടാക്കിയത്. മോരുകറിയും അവിയലും വീട്ടിലുള്ള കുറേ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ചൊരു ചെറിയ ടൈപ്പ് ചെമ്മീൻ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കി. ചെറിയ ചെമ്മീൻ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത് അമരക്കയാണ് കേട്ടോ. അമരക്ക ഉപ്പേരി കുറച്ച് നാരങ്ങച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം മക്കളൊക്കെ വന്നു. വൈകിട്ട് ഉണ്ടാക്കിയത് ഒരു കാച്ചിലാണ്. കാച്ചിൽ പുഴുങ്ങിയതും ചീനമുളകിൻ്റെ നല്ലൊരു ചമ്മന്തിയും വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. കാച്ചിലിന് നിങ്ങളെ സ്ഥലത്ത് എന്താ പറയാന്നറിയില്ല. ഇത് വയലറ്റ് കാച്ചിലാണ്. വേറെ വെള്ള കാച്ചിലും ഉണ്ട്. ഇന്ന് കിട്ടിയിട്ടുള്ളത് വയലറ്റ് കാച്ചിലാണ്. അത് കഴിഞ്ഞ് രാത്രിയായി. മക്കളെ പഠിക്കലും ഇതൊക്കെ കഴിഞ്ഞു. രാത്രി ഇന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. മക്കൾക്ക് ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ രാത്രി അതാണ് ഉണ്ടാക്കിയത്.